DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 3 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഇലക്ട്രിക് പോസ്റ്റുകളിലെ പരസ്യ ബോർഡുകൾ, പോസ്റ്ററുകൾ എന്നിവ മാറ്റണമെന്ന് KSEB അറിയിച്ചിരിക്കുകയാണ്. വൈദ്യുതി പോസ്റ്റുകളിൽ പരസ്യ ബോർഡുകൾ, പോസ്റ്ററുകൾ എന്നിവ സ്ഥാപിക്കുന്നത് നിരോധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട്. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം അവരിൽ നിന്നും പിഴ ഈടാക്കണമെന്നും തീരുമാനിച്ചതായി KSEB അറിയിച്ചു. ഏപ്രിൽ മാസം 15 മുൻപായി വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ മാറ്റേണ്ടതാണെന്നും അല്ലാത്തപക്ഷം KSEB ഇവ മാറ്റുകയും ആയതിനു വേണ്ടി വരുന്ന ചിലവ് പരസ്യ ബോർഡ് സ്ഥാപിച്ചവരിൽ നിന്നും ഈടാക്കുന്നതുമാണെന്നും അറിയിച്ചു. ഇത്തരത്തിൽ പരസ്യ ബോർഡുകൾ മാറ്റുന്നതിന് ചിലവായ തുക ഈടാക്കുന്നതിനായി അറിയിപ്പ് നൽകി. 15 ദിവസത്തിന് മുമ്പായി തുക അടച്ചില്ലെങ്കിൽ 12% പലിശ കൂടി നൽകേണ്ടി വരുമെന്നും KSEB അറിയിച്ചു. അടുത്ത അറിയിപ്പ്, ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്ത് വാഹന ഉപയോക്താക്കൾക്ക് സുപ്രധാനമായ മാറ്റം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെയും പുതുതായി ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവരെയുമാണ് പുതിയ മാറ്റം ബാധിക്കുക. സംസ്ഥാനത്ത് മോട്ടോർ വാഹന നികുതി പുതുക്കി ഉത്തരവിറക്കിയിരിക്കുകയാണ്. ബജറ്റിലെ പ്രഖ്യാപനം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. 15 വർഷത്തെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങൾക്കും നികുതി ഇനത്തിൽ 400 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 750 കിലോഗ്രാം വരെയുള്ള കാറുകൾക്ക് 3200 രൂപയും 751 കിലോഗ്രാം മുതൽ 1500 വരെയുള്ള കാറുകൾക്ക് 4300 രൂപയും 1500 മുകളിലുള്ള വാഹനങ്ങൾക്ക് 5300 രൂപയുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളിൽ ഓർഡിനറി, പുഷ് ബാക്ക്, സ്ലീപ്പർ സീറ്റുകൾ എന്നീ തരംതിരിവ് ഒഴിവാക്കി ഏകീകരിക്കുകയും ചെയ്തു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിൽ മൊത്തം വിലയുടെ 5% നികുതി ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ ഈ രീതി മാറുകയാണ്. 15 ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനങ്ങൾക്ക് നികുതി 5% തന്നെ തുടരും. എന്നാൽ 15 മുതൽ 20 ലക്ഷം വിലയുള്ള വാഹനങ്ങളുടെ നികുതി 3% കൂടി വർദ്ധിപ്പിച്ച് 8% ആക്കിയിരിക്കുകയാണ്. വാഹനത്തിന്റെ വില 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നികുതിയായി ഈടാക്കുന്നത് 10%. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും 3 വീലറുകൾക്കും നികുതി 5% തന്നെ തുടരും. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 20ാം ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണ സമയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ, മെയ് മാസങ്ങളോട് തന്നെ ഈ ധനസഹായം വിതരണം ചെയ്യാൻ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. നമ്മുടെ സംസ്ഥാനത്തെ 25 ലക്ഷത്തിലധികം വരുന്ന കർഷകർക്ക് ഈ 2000 രൂപ വീതം 4 മാസത്തിലൊരിക്കൽ 3 ഗഡുക്കളായി ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, കിസാൻ നിധിയിൽ ഇല്ലാത്തവർക്കുമെല്ലാം തന്നെ KCC ലോൺ ലഭിക്കുന്നുണ്ട്. ഈ കാർഷിക വായ്പയ്ക്ക് കേവലം 4% മാത്രമാണ് വാർഷിക പലിശ നിരക്ക് വരുന്നത്. നിലവിൽ വായ്പാ പരിധി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈടില്ലാതെ 2 ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.